സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള സ്നേഹവും വന്ദനവും ഇന്ന് പകൽക്കാലം ഞാൻ അറിയിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ട് കൊന്നതൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ, അവന് കൊടുത്ത ഒരു ആഹാരത്തെക്കുറിച്ചാണ്. ദൂതൻ വന്ന് അവനെ തട്ടി ഉണർത്തി. അവൻ നിരാശപ്പെട്ട് അവന് വിശ്വാസം ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് അവൻ കിടക്കുന്ന സമയത്താണ് ദൂതൻ കടന്നു വന്ന് അവനെ തട്ടി ഉണർത്തുന്നത്. അവന് കൊടുത്തത് ഒരു കഷ്ണം അപ്പവും അവന് വെള്ളവുമാണ് അവന് കൊടുത്തത് ഹല്ലേലൂയ കഴിക്കാനായിട്ട്. എന്നിട്ട് അവനോട് പറഞ്ഞു, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നിനക്ക് നടക്കുവാനുണ്ട്, അത് 40 രാവും 40 പകലും. അപ്പൊ ആ അപ്പത്തിന്റെ ബലം നോക്കാം. നമ്മളിപ്പോൾ രാവിലെ എത്ര ഭക്ഷണം നമ്മൾ 4-5 ചപ്പാത്തിയോ മുട്ടയോ ഏത്തക്കായോ പാലോ ഒക്കെ കുടിച്ച് രാവിലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഒരല്പസമയം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്കൊക്കെ വിശക്കും. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ 40 പകൽ നിനക്ക് ഇവിടെ അല്ല ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ അവന് കൊടുത്ത ആഹാരത്തിന്റെ ബലം എന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഈ വചനം ഭക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് ജീവനില്ലെങ്കിൽ ജീവൻ വരിക ആദ്യം ചെയ്യുന്നത് ഹല്ലേലൂയ. നമുക്ക് ആർക്കും ജീവൻ ഉണ്ടായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് ഹല്ലേലൂയ. ആ കർത്താവിന്റെ ശ്വാസം, വചനത്തിന്റെ ശക്തി, അത് ദൈവത്തിന്റെ വചനം ദൈവശ്വാസീയമാണെന്ന് ഹല്ലേലൂയ. ആ ശ്വാസമാകുന്ന ആ വചനം അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മൾ ജീവനുള്ളവരായി തീരുക ചെയ്യുന്നത് ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനോട് പറഞ്ഞത്, നീ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോൾ, അത് വളരെ ഉയർന്ന ഒരു പർവ്വതമാണെന്നാണ് പറയുന്നത് ഹല്ലേലൂയ. ആ പർവ്വതത്തിന്റെ മുകളിൽ അവൻ എന്തുമാത്രം കയറ്റം കയറണം, പക്ഷെ അവന് വെള്ളവും കൊടുത്തില്ല, കുടിക്കാൻ ഒന്നുമില്ല. 40 ദിവസം അവന് വേറെ ഭക്ഷണമില്ല. അപ്പൊ സ്വർഗത്തിലെ അപ്പമാണ് അവന് കൊടുത്തത് ഹല്ലേലൂയ. സ്വർഗത്തിലെ ആ വെള്ളമാണ് അവന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരു നാളും ദഹിക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവന് കൊടുത്ത ആഹാരം, ആ ദൂതൻ വന്നവനെ തട്ടി ഉണർത്തി 2 പ്രാവശ്യം തട്ടി ഉണർത്തി, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു ഹല്ലേലൂയ. ആ പർവ്വതത്തിൽ അവൻ കയറുന്നത് വരെ അവന് അപ്പവും ഇല്ല വെള്ളവും ഇല്ല. അപ്പൊ നോക്കാം, ആഹാരത്തിന്റെ ബലം 40 ദിവസം നിൽക്കാനുള്ള ഒരു കൃപയുള്ള ഒരു ആഹാരം അവന് കിട്ടി, ആ അപ്പവും വെള്ളവും. നമ്മൾ 104-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ മുഖത്തെ മിനുക്കുന്ന എണ്ണ, അവന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, അത് ഉത്ഭവിപ്പിക്കുകയെന്ന് ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തെ ബലപ്പെടുത്തും ആ അപ്പം. ഇപ്പൊ ദൈവം നമുക്ക് തരുന്ന വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നതാ, നമുക്ക് ആശ്വാസം തരുന്നതാ, നമുക്ക് ബലം പകരുന്നതാ ഹല്ലേലൂയ. നമ്മൾ ബലഹീനരായിരിക്കുക, പക്ഷെ ആ ബലഹീനരായിരിക്കുമ്പോഴും ഈ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ഈ അപ്പം നല്ല തിന്നുമ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും ദൈവകൃപയും നമ്മുടെ മേൽ വ്യാപരിക്കുക ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു പുതുബലം, നമ്മുടെ മനസ്സിനകത്ത് ഒരു ഹല്ലേലൂയ നിറവ് ദൈവം നമുക്ക് പകർന്നു തരിക ചെയ്യുന്നത് ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നുണ്ട് 92-ാം സങ്കീർത്തനത്തിൽ, അവൻ എന്നെ പുതിയ എണ്ണ തേപ്പിക്കുന്നു ഹല്ലേലൂയ. ആ എണ്ണ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ എണ്ണ നമ്മളെ തേപ്പിക്കുക നമ്മുടെ തലയിൽ ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ മിനുസമുള്ളവരാക്കി നിർത്തുക, അല്ലെ തേജസ്സുള്ളവരാക്കി നമ്മളെ നിർത്തുക ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ എണ്ണയ്ക്കുള്ള ബലവത പുതിയ എണ്ണയാണ് നമുക്ക് തരുന്നതെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം ഉത്ഭവിപ്പിക്കുന്നു. അപ്പൊ ആ അപ്പത്തിന് എന്തെല്ലാം ഗുണമുണ്ടെന്ന് ഒന്ന് ഓർത്തു നോക്കി. ഹല്ലേലൂയ. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന. ഹല്ലേലൂയ. അവനെ തിന്നാൽ ഹല്ലേലൂയ, അവനോട് കൂടെ ആയിരുന്നാൽ ഹല്ലേലൂയ, അവനോട് ചേർന്ന് നടന്നാൽ അതിന്റെ അനുഭവം ഉണ്ട്. ആ ഏലിയാവിന് അതാ ഉണ്ടായത്. ഏലിയാവ് തന്നെയല്ല പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്ന് പോകുവാനുള്ള ഒരു കൃപ അവന്റെ ദൈവം പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല ഹല്ലേലൂയ, അവനോട് പറഞ്ഞു, നീ ഇപ്പൊ തന്നെ ഹല്ലേലൂയ, അവൻ പറഞ്ഞു എനിക്ക് ഇനി മരിച്ചാൽ മതി, കാരണം ഇനി അവൻ ജീവിച്ചിരിക്കുമെന്ന് ഹല്ലേലൂയ വിചാരമില്ല. കാരണം ഇങ്ങനത്തെ ഒത്തിരി ഇസബേലന്മാർ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. നീ തകർത്ത് കളയും, കൊന്നുകളയും, ഇപ്പോൾ തന്നെ മുടിച്ചു കളയും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിൽക്കുന്ന ഇസബേലന്മാരുണ്ട്. ഹല്ലേലൂയ. അവരുടെ നടുവിൽ ഹല്ലേലൂയ ഇനി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഇപ്പോൾ മതി കർത്താവേ, ഹല്ലേലൂയ, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ മരിക്കാനായിട്ടാണ് അവിടെ പോയി കിടന്നത്. ആ ദൂതനെ, ആ കൂടെ വന്ന ആ ബാല്യക്കാരനെ അവിടെ താമസിപ്പിച്ചിട്ട് അവൻ അവിടെ പോയി കിടക്കുന്നത്. എന്നിട്ട് അവൻ മരിക്കാൻ കിടക്കുക. ആ കിടക്കുന്ന സമയത്താണ് ദൂതൻ വന്ന് തട്ടി ഉണർത്തിച്ച് അവനോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ പോയി ഒരു പ്രവാചകനെയും ഹല്ലേലൂയ അഭിഷേകം ചെയ്യണം. നീ ആരാമിനെ, ഒരു രാജാവിനെ, ഒരു അസായേൽ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ നീ പോയി അഭിഷേകം ചെയ്യണം ഹല്ലേലൂയ എന്ന് അവനോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 19-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നുണ്ട്, നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മലഹയിൽ നിന്നുള്ള സാബാത്തിന്റെ മകനായ ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം. അപ്പൊ അവൻ 2 ശുശ്രൂഷയാണ് കൊടുത്തത്. ഒരു രാജാവിനെ അഭിഷേകം ചെയ്യണം. ഒരു അഭിഷിക്തനാണ് ഈ ഏലിയാവ്. ആ അഭിഷിക്തനോട് പറയാ, നീ പോയി ഹല്ലേലൂയ ഒരു രാജാവിനെ, ആരാമിൻ രാജാവായിട്ടൊരു യേഹൂവിനെ അഭിഷേകം ചെയ്യണം. അത് മാത്രമല്ല, അത് ഒരു നിനക്ക് പകരമായിട്ടൊരു പ്രവാചകനെ, കാരണം ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിച്ചതായ ആ ഏലിശ എന്ന് പറയുന്ന പ്രവാചകനെ കൂടെ ഹല്ലേലൂയ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം ഒരു അരുളപ്പാട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് രണ്ടും ചെയ്തതിന് ശേഷമാണ് ഏലിയാവ് ജീവനോട് ഹല്ലേലൂയ ഉയരത്തിലേക്ക് അല്ലെ സ്വർഗത്തിലേക്ക് പോകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അവൻ പോകുന്നത് കണ്ടതുകൊണ്ടാണ് ആ ഏലിശയ്ക്ക് ഇരട്ടി അനുഭവം ഉണ്ടാകുവാനിടയായി തീർന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, എത്ര എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളൊരു സാധാരണ മനുഷ്യരല്ല, ഒരു അസാധാരണമായ ഒരു അനുഭവമാണ് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മളിൽ വ്യാപരിച്ചു കഴിയുന്നത്. ഹല്ലേലൂയ. അവൻ മരിക്കാൻ കിടന്നവനാ. ഹല്ലേലൂയ. കൊല്ലാനല്ല എൻ്റെ കർത്താവ് വന്നത്, ജീവിപ്പിക്കാനാ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. ഇപ്പോൾ മതി. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇനി എൻ്റെ എല്ലാം തീർന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒരു പ്രത്യാശയ്ക്കും വകയില്ല എന്ന് നമ്മൾ വിധി എഴുതി കിടക്കുന്ന സമയത്താണ് ദൈവം പറയുന്നത്, ഏലിയാവേ നിനക്കിവിടെ എന്താ? ഹല്ലേലൂയ. സാവധാനത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ചോദിക്കുകയാണ്, ഏലിയാവേ നിനക്കിവിടെ എന്താ? നിനക്ക് ഇനി ചില കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് നീ മുൻപോട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയാ. അവൻ പറയുന്നത്, എനിക്ക് മതി, ഞാൻ ഇതുവരെ പോയില്ലയോ, എൻ്റെ പിതാക്കന്മാരെക്കാട്ടിലും ഞാൻ നല്ലവനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മതിയെന്ന് അവൻ മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം അവനെ കൊല്ലാനല്ല തീരുമാനിച്ചത്. അവൻ മുഖാന്തരം പിന്നെയും ഹല്ലേലൂയ അഭിഷിക്തർ ഇനിയും ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു ശൗമേൽ പോയി ഹല്ലേലൂയ ഒരു ദാവീദിനെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. രാജാവായിട്ട് അഭിഷേകം. ചിലർക്ക് ആ വലിയ ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. അത് പോയി ചെയ്യുവാൻ തക്കോണം പ്രാപ്തനാക്കി. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ശൗല് ഹല്ലേലൂയ ആ ദാവീദിനെ കൊല്ലുവാൻ നോക്കി, പക്ഷെ അതൊന്നും സാധിച്ചില്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായ ബലമാണ് അവർക്കുള്ളതെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നത്. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഹല്ലേലൂയ. ആ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരല്ല, അവരൊരു പ്രത്യേകതയുള്ള ജനമാണ്. ഹല്ലേലൂയ. ആ തനിച്ചു പാർക്കുന്ന ജനം ആ കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ബലമുള്ള ഹല്ലേലൂയ ആ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള, നമുക്കറിയാം കാട്ടിലൊക്കെ ഹല്ലേലൂയ കാട്ടുപോത്ത് നടക്കുമ്പോൾ അതിന്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന് തുല്യമായ ബലമാണ് ഒരു ദൈവത്തിന്റെ പൈതലിനുള്ളതെന്നാണ് ഹല്ലേലൂയ ഇവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ആ ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസ് ഹല്ലേലൂയ 4 പടയാളിയുടെ നടുവിൽ കിടക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാ
എല്ലാം തീർന്നു. സകല പ്രതീക്ഷയും അറ്റുപോയ ഒരു സമയം ഹല്ലേലൂയ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ യാക്കോബിനെ കൊന്നു. ഹല്ലേലൂയ അതുമാത്രമല്ല ഹല്ലേലൂയ അവർ പത്രോസിനെയും കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ ആ കാലത്ത് ഹെരോദാവ് സഭയെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. നോക്ക്, ഏത് കാരാഗ്രഹത്തിൽ ആ ഒരു ദൈവത്തിന്റെ പൈതൽ കിടക്കുന്നുവെങ്കിലും അവിടെ ദൂതൻ വന്ന് പ്രത്യക്ഷനാകും. അതാണ് ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രത്യാശ. ഹല്ലേലൂയ നമുക്കറിയാം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ അവരുടെ കൈ ഹല്ലേലൂയ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. വളരെ അടുപ്പിച്ച ശേഷമാണ് അവരെ വലിച്ചിഴച്ചു കൊണ്ടെന്നാണ് അവരെ ഹല്ലേലൂയ കാരാഗ്രഹത്തിലാക്കിയത്. വേദന കൊണ്ട് ശരീരത്തിന്റെ തൊലിയെ ദശയെല്ലാം പറഞ്ഞ് പോയി ആയിരിക്കുന്ന അഭയസ്ഥലി ഹല്ലേലൂയ അവര് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടന്ന ഒരു പാട്ടുപാടി. അർദ്ധരാത്രിക്ക് പാട്ടുപാടിയപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെ തുറന്നുപോയെന്ന ഹല്ലേലൂയ. അത് തന്നെയല്ല, കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ചാടി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ അവന്റെ ജീവരക്ഷയ്ക്കായി മുൻപോട്ട് ചാടി വന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, നിനക്ക് നീ ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറയുവാനിടയിൽ തീർന്നു. നമുക്ക് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ വേദന എത്ര വലിയതായിരുന്നു. എന്നിട്ടും ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പൈതലിന് ഹല്ലേലൂയ ആ കൊടുത്ത ദൈവത്തിന്റെ ബലം ഏത് കാരാഗ്രഹത്തിന്റെ അടിത്തട്ടി കിടക്കുക എന്നേലും ഹല്ലേലൂയ ഒരിക്കൽ നമുക്കറിയാൻ കഴിയും. ഹല്ലേലൂയ യോനയുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഹല്ലേലൂയ വലിയ കോൾ കടലിൽ ഉണ്ടായിട്ട് ഹല്ലേലൂയ ആ യോനയെ വിഴുങ്ങേണ്ടതിന് അവിടെ ഒരു മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചിട്ട് ഹല്ലേലൂയ വന്ന് ആ മത്സ്യം ഹല്ലേലൂയ യോനയെ വിഴുങ്ങുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ ആ യോന വിഴുങ്ങുന്നതിന് മുൻപ് അവർ ചോദിച്ചു, ഇത് ആരുടെ നിമിത്തമാണ് ഈ കോൾ ഉണ്ടായിരിക്കുന്നത്, നമുക്ക് ചീട്ടിടാമെന്ന് പറഞ്ഞു. ചീട്ടിട്ടപ്പോൾ യോനയുടെ പേർക്ക് അത് വീഴുവാനിടയിൽ തീർന്നു. അപ്പൊ അവനോട് ചോദിച്ചു, എന്താണ് നീ ഇതിങ്ങനെ എല്ലാരും ഇവിടെ കിടന്ന് പരിഭ്രമിച്ച് കരയുമ്പോൾ നീ എന്താണ് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ യോന പറഞ്ഞൊരു മറുപടി, ഞാൻ കടലും ഭൂലോകം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ മകനാണെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ ഞാൻ കടലും ഈ സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച ഒരാളിന്റെ മോനാണെന്ന് പറയുവാനിടയിൽ തീർന്നു. അപ്പൊ അവരെല്ലാരും പരിഭ്രമിച്ചു, ഇതെന്തൊരു മനുഷ്യൻ എന്ന് ചോദിച്ചു. അവനറിയാം ഹല്ലേലൂയ അവനെ അഥവാ വെള്ളത്തിലിട്ടാലും അവന് ഹാനി വരത്തില്ല. അവനെ വെള്ളത്തിലെടുത്തുവാനിടയിൽ തീർന്നു. അവിടെ മത്സ്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ കൊണ്ട് കരയ്ക്ക് ഛർദ്ദിക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ അപ്പോഴും യോനയ്ക്ക് ഒരു കേടും പറ്റിയതായി കണ്ടില്ല. ഹല്ലേലൂയ അവിടെ കിടന്നവൻ അയ്യം വിളിച്ചവൻ പുറത്തു വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ ആ പാതാളത്തിന്റെ വയറെന്ന അതിന് പറഞ്ഞിരുന്നത്. ഹല്ലേലൂയ ആ മീൻ കിടക്കുന്ന ആ മീൻ അല്ലെ അതിന്റെ കുടലിനുള്ളിൽ കയറി ഇവൻ കിടന്നപ്പോൾ തന്നെ ഹല്ലേലൂയ അവൻ അത്രമാത്രം നാറ്റവും വേദനയെല്ലാം അവൻ സഹിച്ചു. പക്ഷെ അവൻ പറഞ്ഞേക്കുന്ന പാതാളത്തിന്റെ വയറ്റിൽ ഞാൻ കിടന്ന് അയ്യം വിളിച്ചെന്ന 3 ദിവസം അവന്റെ പ്രാർത്ഥന കണ്ടോ, എത്ര വലിയ ആഴമുള്ള പ്രാർത്ഥനയായിരുന്നു ഓർക്ക്. ആ പ്രാർത്ഥനയുടെ നടുവിലാണ് കർത്താവ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ അവനെ രക്ഷിക്കുവാനിടയിൽ തീർന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ 2 പടയാളിയുടെ നടുവിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 3:7 ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാ. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞു, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആ സർവശക്തനായ ദൈവത്തിന് സർവശക്തിയുള്ള കരമ നമ്മൾ ഏത് കുഴിയിൽ കിടക്കുന്നു എന്നുള്ളതല്ല, ആ കുഴിയിൽ കിടക്കുന്ന സമയത്തും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെതായ ആ പ്രവൃത്തി കാണുവാൻ തക്കോണം ഹല്ലേലൂയ അവിടെ ആഴത്തിൽ നമ്മളെ പുറത്തെടുക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തിയുള്ള കയ്യ്, ആ ദൈവത്തിന്റെ കയ്യെക്കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ അത് ദാവീദിന്റെ താക്കോലുള്ളവനാ. ഹല്ലേലൂയ ആ താക്കോൽ കൊണ്ട് തുറന്നാൽ നമുക്കറിയാം പത്രോസ് ഹല്ലേലൂയ ആ തലേദിവസം ഹല്ലേലൂയ യാക്കോബിനെ കൊന്നതാ. ഹല്ലേലൂയ പത്രോസിനെ അവിടെ കൊണ്ട് ഇട്ടിരിക്കുക, കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ ഇട്ടിരിക്കുന്നത്. ഇവിടെ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ വാതിന്റെ
കർത്താവിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നുവെന്ന് അവൻ നിരൂപിച്ചു. 1-ാം കാവലും 2-ാം കാവലും കടന്നു പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. നോക്ക്, അപ്പൊ 1-ാം കാവൽ തുറക്കണം, 2-ാം കാവൽ തുറക്കണം, 3-ാമത്തെ കാവൽ അത് വലിയ ഇരുമ്പ് വാതില. ആ ദൈവത്തിന് ഇരുമ്പ് വാതിലും താമ്ര കഥകളും ഒന്നും വലിയ വിഷയമല്ല. ഹല്ലേലൂയ. ആ വാതില് സ്വതവേ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. അകത്തെ 2 വാതിലുകളും തുറന്നു, പക്ഷെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. നോക്ക്, ആ ദാവീദിന്റെ താക്കോൽ, ഹല്ലേലൂയ, ആ താക്കോൽ എവിടെ വെച്ചേക്കുമായിരുന്നു? ഹല്ലേലൂയ. നമുക്കറിയാം ദൂതനാ കൊണ്ടെന്ന്. അവരുടെ ഇതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാ. മറ്റാരെ എവിടെ വെച്ച് നിന്നെ പൂട്ടിയാലും നിന്നെ ആ പൂട്ടിനകത്തും ഞാൻ പുറത്തു കൊണ്ടിരുന്ന. കാരണം ഏത് മന്ത്രവാദത്തിനും ഏത് കുടത്രത്തിനും ഏത് അന്ധകാര ശക്തിക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ലെന്ന് ആ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ താക്കോല അവന്റെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് ഹല്ലേലൂയ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്ന പറഞ്ഞേക്കുന്നത്. ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തതിന്റെ അർത്ഥം സ്വർഗത്തിലെ മർമ്മങ്ങൾ അവന് വെളിപ്പെടുത്തി കൊടുത്തെന്ന അതിന്റെ അർത്ഥം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ സകല അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ താക്കോലോടെ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്ക്, ഈ അറയിൽ 4 ചേവകരുള്ള 4 കൂട്ടത്തിൽ ഏൽപ്പിച്ച് അവരുടെ നടുവിൽ കിടന്ന് പത്രോസ് സുഖമായിട്ട് ഉറങ്ങുക. നാളെ അവനെ കൊല്ലുമെന്ന് അവൻ അറിയാം. എന്നാലും അവൻ അവരുടെ നടുവിൽ കിടന്നുറങ്ങി. എന്തോ ഒരു അത്ഭുതം എന്ന് ഓർത്ത് നോക്കി. അവൻ അങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞത്. ഇന്ന് എത്ര നല്ല മെത്തേ കിടന്ന മനുഷ്യർക്ക് ഉറക്കം വരത്തില്ല. പിന്നെ കാരാഗ്രഹത്തിൽ അത് തന്നെയല്ല, കൈയും കാലും ആമത്തിലിട്ടിരിക്കുക. അവരുടെ നടുവിൽ കിടന്നുകൊണ്ട് അവൻ ഹല്ലേലൂയ ഉറങ്ങിയെന്ന് ഓർക്കണം. അപ്പോഴാ ദൂതൻ ഇറങ്ങി വന്നത്. അപ്പൊ ഈ കാവൽക്കാരെന്ത് ചെയ്യും? അവരടുത്തല്ലേ ഇരിക്കുന്നത്. എന്നിട്ടും അവരാരും കണ്ടില്ല. ഈ ദാവീദിന്റെ താക്കോലുള്ളവന്റെ ഗുണം അതാണ്. ഏത് രഹസ്യ അറയിലും അവൻ കടന്നു ചെന്ന് ഹല്ലേലൂയ വിടുവിച്ച് പുറത്തു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവൻ വിചാരിച്ചത് ഒരു സ്വപ്നമായിരിക്കുന്നു. അല്പമല്ലാത്തൊരു സ്വപ്നമായിരിക്കും അവൻ കണ്ടെന്ന പത്രോസ് വിചാരിച്ചത് ഒരു ദർശനം കാണുന്നു എന്ന് അവൻ നിരൂപിച്ചു. 1-ാം കാവലും 2-ാം കാവലും 3-ാമത്തെ വാതിൽ അവർക്ക് സ്വതവേ തുറന്നു. ഹല്ലേലൂയ. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. അപ്പൊ നോക്ക്, ദൂതൻ അവനെ വിട്ടുപോയി. അതുവരെ അവനെ കൊണ്ടുവന്ന് പുറത്തിറക്കി നിർത്തി. ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിനുള്ളിൽ നിന്ന് അവനെ പുറത്തിറക്കി നിർത്തി. അവൻ ഓടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഹല്ലേലൂയ. രോദ എന്ന് പറയുന്ന ഒരു ബാല്യക്കാരത്തി വന്നിട്ട് പറഞ്ഞു, അയ്യോ പത്രോസ് ഗേറ്റിന്റെ വാതിക്കൽ മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അകത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലിയ ഹല്ലേലൂയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു. ഹല്ലേലൂയ. അവിടെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് 120 പേര് കൂടിയിരുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൽ വായിക്കുന്ന 120 പേര് കൂടിയിരുന്ന ഒരു സ്ഥലത്ത് ഹല്ലേലൂയ അവർ ഒന്നിച്ചു കൂടിയിരുന്നു. ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഒന്നിച്ചു കൂടിയിരുന്ന പ്രാർത്ഥനയിൽ വലിയ ശക്തി വ്യാപരിച്ചു. പിന്നാണ് പെന്തക്കോസ് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. കാരണം അവരാ രാവിലെ സമയം ഹല്ലേലൂയ അതിരാവിലെ സമയം ആരും ലഹരി പിടിക്കാറില്ല. ഹല്ലേലൂയ. ആ 9 മണി നേരത്ത് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നോക്ക്, ദൈവസഭ എപ്പോഴും എവിടെ തകർക്കപ്പെടുന്നു അവിടെ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആർക്കും തകർക്കാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു വിശ്വാസം, ഒരു പ്രത്യാശ, ഹല്ലേലൂയ ഒരു ദൈവകൃപ, ഹല്ലേലൂയ ദൈവജനത്തിന്റെ ഇടയിൽ പകർന്നു കൊടുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ പത്രോസിനോട് പറയുകയാണ് ഹല്ലേലൂയ ആ 11 പേരോടുകൂടി അവൻ എഴുന്നേറ്റ് നിന്നു. കാരണം അവന്റെ പുറകിലത്തെ പ്രാർത്ഥന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനയാണ് അവനെ വലിയ അത്ഭുതത്തിലേക്ക് അവനെ കടത്തിവിടുവാൻ ഇടയാക്കി തീർത്തത്. ആ ദാവീദിന്റെ താക്കോലുള്ളവൻ ഹല്ലേലൂയ ആ താക്കോൽ ഈ പത്രോസിന്റെ കൊടുത്തതാ.
നീ എന്നെ ആരെന്നാ വിചാരിക്കുന്നത് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, ഹല്ലേലൂയ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എല്ലാവരും ഏലിയാവാ, പ്രവാചകന്മാരിൽ ഒരുത്തനാ, മറ്റു പല പേരും പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നീ എന്നെ എങ്ങനെ വിചാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ ദർശനം കൊടുത്തത് പത്രോസിനാണ്. ആ പത്രോസിനെ ആ കൊല്ലാൻ കൊണ്ടുവന്നിട്ടിരുന്നു. ഹല്ലേലൂയ, അവിടുന്ന് ദൈവം അവനെ വിടുവിച്ചെടുക്കുവാൻ തക്കോണം, ഹല്ലേലൂയ, ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ, ആ അനവധിയായ ദൈവത്തിന്റെ കൃപ എത്രമാത്രം, ഹല്ലേലൂയ, വലിയതാണെന്ന്, ഹല്ലേലൂയ, ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, അപ്പൊ ഈ താക്കോൽ എവിടെ വെച്ചിരുന്നത്? ഈ കാരാഗ്രഹത്തിന്റെ തുറക്കാനുള്ള താക്കോൽ, ഹല്ലേലൂയ, ആ ദൂതന്റെ കയ്യിൽ അത്ര വലിയ താക്കോലായിരിക്കുന്നതെന്ന് ഓർക്കണം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കോണം ശക്തിയുള്ള ദൈവത്തിന്റെ കൈയാണ്, ഹല്ലേലൂയ, അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായിരുന്നത്. ഇരുമ്പ് വാതിലൊന്നും അവന് വിഷയമല്ല. ഹല്ലേലൂയ, ആ താമ്ര കഥകളൊന്നും അവന് വിഷയമേ അല്ല. ഹല്ലേലൂയ, അത് നമുക്കറിയാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ എത്ര ശ്രേഷ്ഠമേറിയെന്ന്, ഹല്ലേലൂയ, കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, അവർ മുൾതി പോലെ കെട്ടുപോയി. അപ്പൊ വലിയ ജനം, ഹല്ലേലൂയ, അവനെതിരായിട്ട് കടന്നു വരുമ്പോഴും, ഹല്ലേലൂയ, അവനെതിരായി ഒരു ദോഷവും ചെയ്യാതെ വണ്ണം, ഹല്ലേലൂയ, അവനെ അവിടുന്ന് വിടുവിച്ചെടുക്കുവാൻ തക്കോണം, ഹല്ലേലൂയ, കഴിഞ്ഞു. ഹല്ലേലൂയ, നമുക്കറിയാം ഈ ലോകത്തിലെ, ഹല്ലേലൂയ, ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, പക്ഷെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്: ഞെരുക്കത്തിൽ ഞാൻ നിന്നെ വിളിച്ചു, അരികിൽ അണച്ചു നടത്തി എന്നെ. ഞെരുക്കത്തിൽ ഞാൻ നിന്നെ വിളിച്ചു, അരികിൽ അണച്ചു നടത്തി എന്നെ. ദേശമെങ്ങും അലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ. ദേശമെങ്ങും അലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ, നിന്നെ എന്നെ ആരെ പുകഴ്ത്തും. യേശുവേ, ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ, നിന്നെ എന്നെ ആരെ പുകഴ്ത്തും. യേശുവേ, ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. പുതു എണ്ണയാൽ പുതു ബലത്താൽ പുതിയ കൃപയും പുതു ഗീതവും. പുതു എണ്ണയാൽ പുതു ബലത്താൽ പുതിയ കൃപയും പുതു ഗീതവും നൽകി നിത്യം നടത്തുന്നെന്നെ. പുതിയതാൻ ശാലേമിൽ ചേരും വരെ നൽകി നിത്യം നടത്തുന്നെന്നെ. പുതിയതാൻ ശാലേമിൽ ചേരും വരെ നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ, നിന്നെ എന്നെ ആരെ പുകഴ്ത്തും. യേശുവേ, ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ, നിന്നെ എന്നെ ആരെ പുകഴ്ത്തും. യേശുവേ, ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. നമ്മൾ എത്ര ഞെരുക്കത്തിലായാലും, ഹല്ലേലൂയ, എത്ര വേദനയിലായാലും, ഹല്ലേലൂയ, അവിടെ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുവാൻ പുതിയ എണ്ണയാൽ പുതിയ കൃപയാൽ നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഹല്ലേലൂയ, അതാണ് പുതിയ എണ്ണ നമ്മളെ തേപ്പിക്കുക. ഹല്ലേലൂയ, നമുക്കറിയാം, നമ്മൾ ബലമില്ലാതിരിക്കുമ്പോൾ ആ ബലം നമുക്ക് പകർന്നു തരിക ചെയ്യുന്നത്. നമ്മൾ ശക്തി ഇല്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ശക്തി എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം
ഞാൻ സകലത്തിലും മതിയാകുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇരുളിലും മരണനിഴലിൽ ഇരിക്കുന്നവർക്കൊക്കെയും പ്രകാശിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ കാലുകളെ ഹല്ലേലൂയ നമ്മൾ സമാധാന മാർഗത്തിൽ നിർത്തേണ്ടതിന് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നുവല്ലോ. ആ ഉയരത്തിലെ ആ ഉദയം നമ്മളെ എത്രമാത്രം സന്ദർശിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:73 കാണുന്നത്, ഇരുളിലും മരണനിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. എത്രയോ പേര് ഇരുളിന്റെ അവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ പേര് മരണനിഴലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് വന്നിട്ട് ഹല്ലേലൂയ ജനം മുഴുവനും വേദന അനുഭവിച്ചുകൊണ്ട് വിദേശത്തു നിന്ന് എല്ലാവരും നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അനേക രോഗികളായി മരിച്ചുകൊണ്ടിരിക്കുന്നു. രോഗത്തിന്റെ പീഡകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനമെല്ലാം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കരം പിടിച്ചു നടത്തുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സർവ്വശക്തിയുള്ള കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവന്റെ കരം ഹല്ലേലൂയ ശക്തിയുള്ള കരമാണ്. ആ ഇരുളിലും മരണനിഴലിൽ ഇരിക്കുന്നവർക്കൊക്കെയും പ്രകാശിക്കുവാനും ഹല്ലേലൂയ അവരെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് എത്രയോ പേര് സമാധാനമില്ലാതിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്രയോ ഒരു പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവരെ ഒരു സമാധാന മാർഗത്തിൽ നടത്തുവാൻ തൊക്കണം. ആ ദൈവത്തിന്റെ കരം ശക്തമാണ്. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പാടത്തില്ലേ, എന്നേശ് ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ഹല്ലേലൂയ. എന്നേക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളെ ഹല്ലേലൂയ ഓരോ ദിവസം തോറും ഹല്ലേലൂയ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ളവരെല്ലാം മാറിപ്പോയാലും കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവരെല്ലാം നമ്മളെ വിട്ടുപോകും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏത് കണ്ണുനീരോ, ഏത് സങ്കടമോ, ഏത് വേർപാടോ, ഏത് ദുഃഖമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഹല്ലേലൂയ ഞാൻ എല്ലാ നാളും കൂടെ ഇരിക്കാം. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. കാരണം എന്റെ കർത്താവ് മാത്രമാണത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, വിടുതലുണ്ട്, വെളിപ്പാടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെങ്കിൽ അതെല്ലാം വെളിപ്പെട്ട് വരാൻ കാലമായി. നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹവും നന്മയും നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം തരുവാനുള്ള ഒരു കാലമായതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ സമയത്ത് ഹല്ലേലൂയ നമ്മൾ ആ കർത്താവിൽ ആശ്രയിപ്പാൻ ഇടയാക്കി തിരക്കുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം വെളിപ്പെട്ട് വരാൻ കാലമായി. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അസ്ഥികൾ ഉണങ്ങിയിരിക്കുക. അവരുടെ ജീവിതത്തിൽ ഇനി ഒരു ഗതിയില്ല. ആ എല്ല് മാത്രമേ ഉള്ളൂ, മാംസവുമില്ല, തൊക്കുമില്ല, തൊലിയുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഹല്ലേലൂയ അവരായിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കാനാ. ഹല്ലേലൂയ. അപ്പൊ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ എന്തോ ഉണ്ടാകുന്ന അവിടെ ദൈവത്തിന്റെ വചനത്തെ കാണുന്ന എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, ആ താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അപ്പോ ആ ഏറ്റവും ഉണങ്ങിയിരുന്ന അസ്ഥികളോട് പറയുന്ന ഒരു വാക്യമുണ്ട്, മനുഷ്യപുത്ര നീ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനവൻ, യഹോവേ കർത്താവേ നീ അറിയുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചു. അവയോട് പറയേണ്ട ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പൊ ഉണങ്ങിയ അസ്ഥികളായിരിക്കുന്ന അനുഭവം ഹല്ലേലൂയ. ജീവിതത്തിൽ ഇനി ഒരു വിടുതലില്ല, ഒരു നന്മയില്ല, ഒരു സമാധാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഇന്നലെ കാലം ഒരു കുഞ്ഞെന്നെ വിളിച്ചിട്ട് പ്രകാരം പറയാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. എനിക്കൊരു സമാധാനവുമില്ല. ഹല്ലേലൂയ. അപ്പൊ സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടെ ആ കുടുംബം പോകുമ്പോൾ ആ കുഞ്ഞ് പറയുന്നൊരു കാര്യം, ഹല്ലേലൂയ എനിക്കൊരു സ്വസ്ഥതയുമില്ല. ഹല്ലേലൂയ. കാരണം ഭർത്താവ് മദ്യപാനി ആയതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത്. ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയും എനിക്കില്ല. കാരണം കുടിച്ചേച്ച് വന്നിട്ട് ഹല്ലേലൂയ ഉപദ്രവിക്കുകയും ഹല്ലേലൂയ അതും വാക്കുകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞിനൊരു സമാധാനമില്ല. അപ്പൊ സമാധാനമില്ലാത്തവരെ ഒരു സമാധാന മാർഗത്തിൽ നിർത്തുവാനാ. അപ്പൊ ഏറ്റവും ഉണങ്ങിയിരുന്ന അസ്ഥികളെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഉണങ്ങിയ അസ്ഥിയോട് പ്രവചിക്കാൻ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. ആ അസ്ഥിയോട് പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ അസ്ഥിയോട് വന്നു ചേർന്നു. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു, പ്രാർത്ഥന നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതിനോടെല്ലാം പ്രവചിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനോടെല്ലാം പ്രവചിച്ച മാത്രമേ തന്നെ ഹല്ലേലൂയ ആ സന്തോഷം വന്നു ചേരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ
ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. നിങ്ങളുടെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ കാണുന്നത് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഹല്ലേലൂയ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. ആരാധനയിൽ ബലപ്പെടണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ ബലപ്പെടണം. വിശ്വാസത്തിൽ ബലപ്പെടണം. ഹല്ലേലൂയ. അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യൻ ക്ഷീണിച്ചു പോകാതെ ഇടയാകരുത്. അത് തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളാണ്. ഹല്ലേലൂയ. കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത്രമാത്രം ഹല്ലേലൂയ ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഹല്ലേലൂയ ഒരു പ്രിയ മാതാവ് എഴുതിയ ഒരു പാട്ട് ഹല്ലേലൂയ ഇപ്രകാരമാണ്. ആ പാട്ടിന്റെ ചില ഈരടികൾ പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ ആ പാട്ട് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു പാട്ടാണ്. അത് നമുക്ക് പാടാം. ഹല്ലേലൂയ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. ലക്ഷം ദൂതർ സേവിതാ നിതാ. ലക്ഷം ദൂതർ സേവിതാ നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടവർ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. കെറൂബുകൾ സറാഫുകൾ ദൂതേരിവർ. കെറൂബുകൾ സറാഫുകൾ ദൂതേരിവർ. സ്വർണ്ണകാകളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ. വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി. വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി. ആർത്തു പാടുന്നോർത്തു കേൾക്കുവീനത്. ആർത്തു പാടുന്നോർത്തു കേൾക്കുവീനത്. വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി. വാനിൽ വാനിൽ അതിഗംഭീരമായി. വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി. രാജവിരാജനം സുതനിൽ നിന്നുതൻ പുറപ്പെടും നിതാ. വാനിൽ വാനിൽ അതിഗംഭീരമായി. വാനിൽ വാനിൽ അതിഗംഭീരമായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം. തന്നെ നോക്കി പാർത്തിടും ജനം ജനം. കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാനിൽ പോകുമേ. മോദാൻ മോദാൻ വാനിൽ പോകുമേ. മോദാൻ മോദാൻ വാനിൽ പോകുമേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി. കേട്ടിട്ട് ആശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ക്രമായി. കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ക്രമായി. കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ക്രമായി. ലക്ഷം ദൂതർ സേവിതാ നിതാ. ലക്ഷം ദൂതർ സേവിതാ നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടവൻ മേഘരൂഢനാ
വരുന്നു വാഴ്ത്തുവീൻ രഥങ്ങളോടെ ഗംഭീരാരവം അതാ രഥങ്ങളോടെ ഗംഭീരാരവം അതാ ദൂതസംഘത്തിൻ ചിറകടിക്കുന്നു മുഴങ്ങുന്നു സദാ വാനിൽ വാനിൽ ധ്വനി പ്രഘോഷമാൻ വാനിൽ വാനിൽ ധ്വനി പ്രഘോഷമാൻ ലക്ഷോലക്ഷം ദൂതസേവിത നിദാ ലക്ഷോലക്ഷം ദൂതസേവിത നിദാ യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനായി വാനിൽ വാനിൽ വാഴ്ത്തും നായക വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വിജയശ്രീയാൽ പ്രസന്നതയേറും ഏറും വിജയശ്രീയാൽ പ്രസന്നത ഏറും ഏറും മധ്യസ്ഥതയിൽ മാറി തരുമനാഥൻ താൻ വാനിൽ വാനിൽ അതിപ്രസന്നനാൻ വാനിൽ വാനിൽ അതിപ്രസന്നനാൻ നിത്യ യൗവനത്തിൻ കിരീടം ചൂടി നിത്യ യൗവനത്തിൻ കിരീടം ചൂടി ജയ സന്തോഷത്താൽ കതിരൊളി ചിന്നും നേത്രവയങ്ങളാൽ വാനിൽ വാനിൽ തുതി പരക്കുന്നു വാനിൽ വാനിൽ തുതി പരക്കുന്നു ലക്ഷോലക്ഷം ദൂതസേവിത നിദാ ലക്ഷോലക്ഷം ദൂതസേവിത നിദാ യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടവർ മേഘാരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ പ്രസന്നവദനായി ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ കടന്നു വരാൻ പോകുന്നു ഹല്ലേലൂയ അതാണ് ആ പാട്ടിന്റെ അർത്ഥം ഹല്ലേലൂയ ആ ഗംഭീരാരവം മുഴക്കിക്കൊണ്ട് ഹല്ലേലൂയ ആ സ്വർഗീയ വീണ മീട്ടിക്കൊണ്ട് ഹല്ലേലൂയ ആ കെരുബുകളും സറാബുകളും എല്ലാം വീണ മീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ എത്രമാത്രം വലിയതെന്ന് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഥ കോണം കഴിയുന്നുണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് പറയാനുള്ളത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഹല്ലേലൂയ നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല ഇത് സുപ്രസാദ ദിനം ഇന്ന് തന്നെ രക്ഷാ ദിവസം ഹല്ലേലൂയ അതുകൊണ്ട് ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊള്ളാതെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം കർത്താവിനായി കൊടുക്കുമോ? തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുവാൻ തക്കോണം ഹല്ലേലൂയ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ആ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ആരെങ്കിലും വാതിൽ തുറന്നാൽ ഹല്ലേലൂയ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 3:17 പറയുന്നുണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ വാതിൽക്കൽ ആരും മുട്ടിയാലും ഹല്ലേലൂയ അത് തുറന്നു കൊടുക്കുവാൻ തക്കോണം നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ശ്രദ്ധയുള്ളവനായിരിക്കുന്നുണ്ട് ഹല്ലേലൂയ നമുക്കറിയാം കാരാഗ്രഹത്തിൽ പടയാളികളുടെ ഇടയിൽ കിടന്ന പത്രോസിനെ ഹല്ലേലൂയ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഇന്നും ശക്തമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ കരം ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അതുകൊണ്ട് ഏത് വേദനകൾ കൂടെ നിങ്ങൾ കടന്നു പോകുന്നത് ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്ന വേദന ഏതാണ് ഏത് ദുഃഖമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് രോഗമാണോ പ്രയാസമാണോ ഞെരുക്കമാണോ ഹല്ലേലൂയ കടമാണോ ഹല്ലേലൂയ ഏത് വേദനയാണ് അതിന്റെ നടുവിലും ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തിയുള്ള ദൈവം ഹല്ലേലൂയ ആ ദാവീദിന്റെ താക്കോലുള്ള കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിപ്പാൻ തക്കോണം ശക്തനായ ഒരു ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഇന്നലെയും ഇന്നും എന്നും അനന്യനായ കർത്താവ് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ തക്കോണം ഹല്ലേലൂയ ഇടയായിത്തരും അനേകരും പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ വിളിച്ചറിയിക്കാറുണ്ട്
ഇന്ന് പകൽക്കാലം കർത്താവ് എല്ലാവർക്കും ഹല്ലേലൂയ പ്രതിഫലം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വിടുതൽ അവർക്കെല്ലാം പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും ഞങ്ങളെ വിളിച്ചറിയിക്കാൻ മറക്കണ്ട. ഹല്ലേലൂയ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ ദൈവം മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങൾ കർത്താവ് അത്ഭുതപരമായി ഹല്ലേലൂയ ജയകരമായി നിങ്ങളെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ വാക്കുകൾ വിരമിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.